ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുന്നത് തിരുവനന്തപുരത്ത് ഇഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ മണിക്കൂറുകളായി തുടരുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിലെടുത്തത് കുടുംബത്തെ ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്തു. അമൽ തേനമ്പറമ്പിൽ വിവരങ്ങൾ വേണ്ട. അമൽ, ഏറ്റവും നിർണായകമായ ചോദ്യം ചെയ്യലാണ്, ഇതിന്റെ ആണിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. അയാളിൽ നിന്ന് ഇതിന്റെ സത്യാവസ്ഥകൾ മുഴുവൻ അന്വേഷണ സംഘത്തിന് അറിയാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ഇനിയും രാത്രി ഏറെ നേരം ചോദ്യം ചെയ്യൽ തുടരുമോ? പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ കൂടി സ്ഥലത്തെത്തിയോ? ദിവിഷ, ഒരു പീഠം കാണാനില്ല എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി വെളിപ്പെടുത്തൽ നടത്തിയപ്പോൾ മുതൽ തുടങ്ങിയ ചർച്ചകളും വാർത്തകളുമാണ്. അതുമായി ബന്ധപ്പെട്ട് പിന്നീട് കേസുണ്ടാകുന്നു. ആ കേസിന്റെ ഏറ്റവും നിർണായകമായ ദിവസത്തിലേക്ക് ഇന്ന് കടക്കുകയാണ്. ഇന്ന് 12:00 കാര്യമായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുത്തതിന് ശേഷം പിന്നീട് എവിടെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ മണിക്കൂറുകളായി വ്യക്തതയുണ്ടായിരുന്നില്ല. വൈകുന്നേരമാണ് കുടുംബത്തെ ഈ വിവരം അറിയിച്ചത്. അഭിഭാഷകൻ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എവിടെയുണ്ട് എന്നുള്ള കാര്യം അറിയില്ല എന്നൊരു കാര്യം അഭിഭാഷകൻ പറഞ്ഞിരുന്നു. അങ്ങനെ പറഞ്ഞതിന് ശേഷമാണ് ഈ കുടുംബാംഗങ്ങളെ അറിയിച്ചത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഉള്ളത് തിരുവനന്തപുരം ഈഞ്ചക്കലിലുള്ള ക്രൈംബ്രാഞ്ച് ഓഫീസിലാണ് എന്നുള്ള കാര്യം ഇപ്പോഴെന്തായാലും ആ കാര്യത്തിന് സ്ഥിരീകരണമാകുന്നു. ഈ പറയുന്ന നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. മണിക്കൂറുകൾ നീളുകയാണ് ചോദ്യം ചെയ്യൽ. തുടക്കം മുതൽ ഈ അവിടെ നിന്നും കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുവന്നപ്പോൾ മുതൽ ഇവിടെയായിരുന്നോ അതോ മറ്റേതെങ്കിലും കേന്ദ്രത്തിലേക്കാണോ ആദ്യം കൊണ്ടുപോയത്, അതിനുശേഷം പിന്നീട് ഇവിടേക്ക് മാറ്റുകയായിരുന്നോ എന്നുള്ള കാര്യത്തിലേക്ക് ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. SP ബിജോയ് അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തി മടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അന്വേഷണ സംഘത്തിലെ പ്രധാന അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള SP ശശിധരനുണ്ട്. ശശിധരൻ നിലവിൽ ശബരിമലയിലാണുള്ളത്. അവിടെ നിന്നും ഇവിടേക്ക് എത്തുമോ എന്നുള്ള കാര്യമാണ് ഇനി കണ്ടറിയേണ്ടത്. അങ്ങനെ എത്തണമെങ്കിൽ തന്നെ ഇനി മണിക്കൂറുകൾ പിന്നിടേണ്ടിയിരിക്കുന്നു. മാധ്യമങ്ങളടക്കം ഇവിടെ വൈദ്യപരിശോധനയ്ക്ക് അറസ്റ്റ് രേഖപ്പെടുത്തി വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോകുമോ എന്നറിയാൻ കാത്തു നിൽക്കുകയാണ്. പക്ഷേ അതിനുള്ള സാധ്യത ഇത്രയും സമയമായതിനാൽ തന്നെ അതിനുള്ള സാധ്യത കുറവാണ് എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥർ ഇപ്പോഴും അകത്ത് തുടരുന്നുണ്ട്. പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം ഉണ്ട്. ഇനിയിപ്പോൾ ശശിധരൻ കൂടി ഇവിടേക്ക് വരും എന്നുള്ളതാണ് പറയുന്നത്. പല നിർണായകമായ വിഷയങ്ങളിലും ഒരുപാട് കാര്യങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പറയാനുണ്ട്. അതിനാൽ തന്നെ ചോദ്യം ചെയ്യൽ അത്ര വേഗത്തിൽ തീർക്കാൻ കഴിയുന്ന ഒന്നല്ല. അല്ല എങ്കിൽ ഇന്നിപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തി നാളെ റാന്നിയിലെ കോടതിയിലേക്ക് എത്തിച്ച് അതിനുശേഷം പിന്നീട് കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യൽ എന്നുള്ള ഒരു നിലപാട് സ്വീകരിക്കേണ്ടി വരും. നിലവിൽ എന്തായാലും ചോദ്യം ചെയ്യൽ ഇതിനകത്ത് പുരോഗമിക്കുകയാണ്. ഇനി വൈദ്യപരിശോധന ഉണ്ടാവുകയാണ് എങ്കിൽ അതൊന്നെങ്കിൽ ഫോർട്ട് ആശുപത്രി അല്ലെങ്കിൽ ജനറൽ ആശുപത്രി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചോദ്യം ചെയ്യലിന് ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിട്ടയക്കാനുള്ള യാതൊരുവിധ സാധ്യതയും കാണുന്നില്ല. അല്ലെങ്കിൽ ഇന്ന് മടങ്ങിപ്പോയതിനു ശേഷം പിന്നീട് നാളെ എത്തിയാൽ മതി എന്ന് പറഞ്ഞ് മടക്കി അയക്കാനുള്ള സാധ്യതയില്ല. കാരണം നോട്ടീസ് നൽകിയല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിളിച്ചു വരുത്തിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ 12:00 വീട്ടിലേക്ക് എത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു. എന്തുകൊണ്ട് അത്തരമൊരു നീക്കത്തിലേക്ക് പോലീസ് പോയി എന്നുള്ള കാര്യത്തിൽ അന്വേഷണ സംഘം പോയി എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. കാരണം വിജിലൻസിൻ്റെ അന്വേഷണവുമായി ഉണ്ണികൃഷ്ണൻ പോറ്റി സഹകരിച്ചിരുന്നു. ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയപ്പോൾ ഈ ദേവസ്വം ബോർഡിൻ്റെ ഓഫീസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തുകയും ചെയ്തതാണ്. ഇതെന്തായാലും അതിലും അപ്പുറത്തേക്ക് കടന്ന് നിർണായകമായ ചില നീക്കങ്ങൾ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് ഈ കസ്റ്റഡിയിലൂടെ വ്യക്തമാകുന്നത്. മാത്രമല്ല ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എവിടെയുണ്ട് എന്നറിയാതെ മാധ്യമങ്ങൾ തലങ്ങും വിലങ്ങും പാഞ്ഞ കുറച്ച് മണിക്കൂറുകളുണ്ട്. അങ്ങനെ വ്യക്തതയൊക്കെ പോലീസ് എന്തിനുണ്ടാക്കി എന്നുള്ള കാര്യത്തിലടക്കം ഇനിയും കൂടുതൽ കാര്യങ്ങൾ പുറത്തേക്ക് വരേണ്ടതുണ്ട്. നിലവിൽ എന്തായാലും ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. ഇതിനു മുൻപ് സ്മാർട്ട് ക്രിയേഷൻസിൽ പരിശോധന നടന്നു. ഇന്ന് സന്നിധാനത്ത് പരിശോധന നടക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലും സന്നിധാനത്ത് പരിശോധന നടത്തിയപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യലിന് വിളിക്കുമ്പോൾ അതിനു മുന്നോടിയായി ശേഖരിക്കേണ്ട എല്ലാ വിവരങ്ങളും ശേഖരിച്ചാണല്ലോ പ്രത്യേക അന്വേഷണ സംഘം ഇയാളെ കസ്റ്റഡിയിലെടുക്കുന്നത്, ചോദ്യം ചെയ്യുന്നത്. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അങ്ങനെ ഒഴിവുകഴിവുകൾ പറഞ്ഞോ അല്ലെങ്കിൽ വഴിതെറ്റിക്കുന്ന നിലയിൽ ഉത്തരങ്ങൾ പറഞ്ഞോ ഒന്നും രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു സാഹചര്യവുമില്ല. അടുത്ത 2-3 ദിവസങ്ങൾക്കകം ഇതിൻ്റെ ഒരു പൂർണ്ണ ചിത്രത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം കൂടിയായിരിക്കും SIT നടത്തുക, അല്ലേ അമൽ? അതായത് ഇതിൻ്റെ അന്വേഷണം ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. അത് അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് ഇനി അവശേഷിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിർണായകമായ വിവരങ്ങളെല്ലാം ശേഖരിക്കാൻ ഇതിനോടകം തന്നെ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി എന്ന് പറയുന്നത് മൊഴി എന്തു തന്നെയായാലും അത് ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് വിശ്വാസത്തിലെടുത്ത് അന്വേഷണ സംഘം പോകാനുള്ള സാധ്യത കാണുന്നില്ല. മറ്റു തരത്തിലുള്ള തെളിവ് ശേഖരണം കൂടി അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫോൺ ഒരു നിർണായക തെളിവായി അല്ലെങ്കിൽ നിർണായക തെളിവിനുള്ള ഒരു സാധ്യതയായി ഇപ്പോൾ അന്വേഷണ സംഘം കാണുകയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലേക്ക് എത്തിയതിനു ശേഷം ഈ ദ്വാരപാലക ശില്പത്തിലെ പാളികൾ കൊണ്ടുപോകുന്നതടക്കം കട്ടിള അഴിച്ചു കൊണ്ടുപോകുന്നതടക്കമുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും സഹായം ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഏകദേശം വ്യക്തത ഉണ്ടാവുകയാണ്. അത് ആ ഉദ്യോഗസ്ഥരുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുള്ള ഇപ്പോൾ നിലവിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസിൽ 10 ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരെ പ്രതി ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഉദ്യോഗസ്ഥരുമൊക്കെയായി എന്ത് തരത്തിലുള്ള ബന്ധം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ ഏറ്റവും നിർണായകമായ നിമിഷങ്ങളാണ്
കടന്നു പോകുന്നത്. പ്രത്യേക അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തിരുവനന്തപുരത്ത് ചോദ്യം ചെയ്തു വരികയാണ്. അതിന്റെ വിവരങ്ങളാണ് അമൽ തേനമ്പറമ്പിൽ നൽകിയത്.